ഹോങ്കോങ്ങിൽ 128 പേരുടെ ജീവൻ നഷ്ടമായ തീപിടുത്തത്തിന് കാരണമായത് സിഗരറ്റിൽ നിന്നുള്ള തീപ്പൊരിയാണെന്ന് സംശയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അനുമാനങ്ങൾ ഉയരുന്നുണ്ട്. എക്സിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വാങ്ഫു കോർട്ടിൽ തീ പടരുന്നതിനു തൊട്ടു മുൻപ് പണി നടക്കുന്ന ചുമരുകൾക്കടുത്തിരുന്ന് പുകവലിക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ കാണാം. മുള കൊണ്ടുള്ള ഫ്രെയിമുകൾക്കും മറയ്ക്കാൻ ഉപയോഗിച്ച നെറ്റുകൾക്കും ഇടയിലിരുന്നാണ് തൊഴിലാളികൾ പുകവലിക്കുന്നത്. ഇതോടെ സിഗരറ്റിൽ നിന്നുള്ള തീയാണ് 100ഓളം പേരുടെ ജീവനെടുക്കാൻ പോകുന്ന വണ്ണം ആളിപ്പടർന്നതെന്നാണ് അനുമാനം ഉയരുന്നത്. മുള കൊണ്ടുള്ള ഫ്രെയിമുകളും നെറ്റും തീ പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമായെന്നും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല. പതിറ്റാണ്ടുകൾക്കിടയിൽ ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ തീപിടുത്തമായിരുന്നു ന്യൂ ടെറിട്ടറിയിലെ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആയ തായ്പോയിലെ വാങ്ഫു കോർട്ടിലെ തീപിടുത്തം. സംഭവത്തിൽ മരണസംഖ്യ 128 ഉയർന്നത്. ഡസൻ കണക്കിന് ആളുകളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. 40 മണിക്കൂറിലധികം നിന്ന് കത്തിയതിനു ശേഷം വെള്ളിയാഴ്ച രാവിലെയോടെയാണ് തീ നിയന്ത്രണ വിധേയമാവുക പോലും ചെയ്തത്. പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം 8 ടവറുകളുള്ള സമുച്ചയത്തിലെ ഒരു ടവറിന്റെ താഴത്തെ നിലയിൽ സംരക്ഷണ വലയിലാണ് ആദ്യം തീ പടർന്നത്. നവീകരണത്തിനായി മുള കൊണ്ടുള്ള ചട്ടക്കൂടും വലയും ഉപയോഗിച്ച് പൊതിഞ്ഞ നിലയിലായിരുന്നു കെട്ടിട സമുച്ചയമാകെ. അതിലൂടെ തീ വളരെ വേഗത്തിൽ പടർന്നു. 1948 ശേഷം ഹോങ്കോങ്ങിൽ സംഭവിച്ച ഏറ്റവും തീവ്രമായ തീപിടുത്തമാണിത്. 1983 നിർമ്മിച്ച വാങ്ഫുക് അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ഏകദേശം 2000ഓളം അപ്പാർട്ട്മെന്റുകളുണ്ട്. തീപിടുത്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ $300 മില്യൺ ധനസഹായം ഹോങ്കോങ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.